ഹബീബായ നബി തങ്ങൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരവസരം ലോകത്തോട് പറയുകയാണ്. ഒരു ഖുതുബയിൽ മഹാൻ പ്രസംഗിക്കുകയാണ്. ഖുതുബ ഓതുന്ന സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ ലോകത്തോട് പറഞ്ഞു മസ്തഫാദ അബ്ദുൻ بعد إيمان بالله خيرا من امرأة صالحة. ഉമർ ഖത്താബ് തങ്ങൾ ഖുതുബയാണ്. ഉമർ ഖത്താബ് തങ്ങൾ ഉപദേശമാണ്. എന്താ മഹാൻ പറഞ്ഞത്? മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി, മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി. അതെ, മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറാ മിൻ ഇംറഅത്തിൻ സാലിഹ. തങ്ങൾ പറഞ്ഞെന്താ? ഒരാൾ മുഅ്മിനായതിന്റെ ശേഷം, വിശ്വാസിയായതിന്റെ ശേഷം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസം അർപ്പിച്ചതിന്റെ ശേഷം പിന്നെ അയാൾക്ക് ലോകത്ത് പടച്ച റബ്ബ് ചെയ്യുന്ന ഏറ്റവും വലിയ ഖൈറാ, എല്ലാത്തിനേക്കാളും വലിയ ഖൈറ് ഒരാള് മുഅ്മിനാവുക എന്നതാണ്, ഒരാള് വിശ്വാസിയാവുക എന്നതാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാവുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഖൈറ്, അതാണ് ഏറ്റവും വലിയ സ്റ്റാർ. അതിനേക്കാളും വലിയൊരു ഖൈറ് ലോകത്തില്ല. എന്നാൽ ഒരാൾ വിശ്വാസിയായതിന്റെ ശേഷം, ഒരാൾ മുഅ്മിനായതിന്റെ ശേഷം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസം ഉറപ്പിച്ചതിന്റെ ശേഷം അയാൾക്ക് പിന്നെ കിട്ടുന്ന ഏറ്റവും വലിയ ഖൈറ് അറിയാമോ? മസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറാ മിൻ ഇംറഅത്തിൻ ഹസനത്തു ഖുലുഖു. മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഇതിന്റെ ശേഷം അല്ലാഹു തആല ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചതിന്റെ ശേഷം ഒരാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പറയുമോ? അയാൾക്ക് അല്ലാഹു നല്ല പെണ്ണിനെ കൊടുക്കുക, സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല. നല്ല വീടല്ല നല്ല ഭാഗ്യം, അല്ലേ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ ഭാഗ്യം ഒരാള് മുഅ്മിനായി കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ, വിശ്വാസിയായി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് ലോകത്ത് അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വാലിഹത്തായ പെണ്ണാണ്. കെട്ടിയ പെണ്ണ് നല്ലവളാണോ? മതബോധമുള്ളവളാണോ? മഗ്‌രിബിന്റെ സമയത്ത് ടിവിന്റെ മുന്നിൽ ഇരുന്നിട്ട് ധാരാവായി കാണാത്തവളാണോ? എന്നെ ടൈം യൂട്യൂബില് പോയിട്ട് അങ്ങനെ ഓൺലൈനിൽ കുത്തിരിക്കാത്ത പെണ്ണാണോ? നല്ല പെണ്ണാണോ? എന്നാൽ ആ പുതിയാപ്പിള ഭാഗ്യവാനാണ്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീന കണ്ട ഏറ്റവും വലിയ പണ്ഡിതരാണ്, ലോകവാക്കിയ മഹാനരാണ്. 40 വർഷത്തോളം മദീന പള്ളിയിലെ വലിയ ഇമാമാണ്, ഖാദിയാണ്. ചരിത്രം പറയുന്നുണ്ട് 40 കൊല്ലത്തോളം മദീന പള്ളി വിട്ടിറങ്ങിയ തന്റെ വീട് വിട്ടിറങ്ങിയ പള്ളി വിട്ടിറങ്ങിയ തന്റെ വീട്, ഇങ്ങനെ 40 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ മറിയാതെ വളയാതെ ചുറ്റാതെ നേരെ വീട്ടിലേക്കും പള്ളിയിലേക്കും മാത്രം നടന്ന മഹാൻ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു. അത്ര കണ്ട് അല്ലാഹുവിനെ പേടിച്ച, തിരിഞ്ഞു മറിഞ്ഞു നോക്കിയിട്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട, മദീനയുടെ ബജാർ ചുറ്റിയിട്ട, പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് വല്ല ആവശ്യത്തിനാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് നേരെ പോയത് മദീനത്തെ പള്ളിയിലേക്ക് ഇത്തികാഫിരിക്കാൻ, ദർസിൽ കൊടുക്കാൻ, അവിടെയുള്ള ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ, ഫത്വ കൊടുക്കാൻ, അല്ലാഹ് വിധിക്കാൻ. മദീന പള്ളി തന്റെ വീട്,
തന്റെ വീട് മദീന പള്ളി. ഇതായിരുന്നു 40 കൊല്ലത്തോളം മഹാനരുടെ ജീവിതം. അങ്ങനെയാണ്. വലിയ പണ്ഡിതരാണ്, വലിയ ആലിമാണ്. തനിക്കുണ്ട് ഒരു മകൾ, ആ മഹാനുണ്ട് ഒരു മകൾ. പാപ്പാരെ പോലെ തന്നെയാണ്. നല്ല ദീനീ ബോധമുള്ള പെണ്ണ്, പണ്ഡിതയായ പെണ്ണ്, ധാരാളം ഇൽമുള്ള പെണ്ണ്, നല്ലോണം അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണ്. പാപ്പാക്ക് ഒത്ത മോള്. അപ്പൊ ഉസ്താദ് ഞങ്ങളെ മോള് നിങ്ങൾക്കൊത്ത മോള്, ചക്കിക്കൊത്ത ചങ്കര അല്ലേ? ബാപ്പ അങ്ങനത്തെ മോളങ്ങനല്ലേ? ഉമ്മ വേലി ചാടിയെങ്കില് ബാപ്പ മകൾ മതില് ചാടി. ഉമ്മ വേലി തുള്ളിയെങ്കില് മോവ അകറുതുള്ളും. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു എന്തേ? ഉമ്മാന്റെതല്ലേ വിത്ത്. ബാപ്പ കള്ളനാണെങ്കില് മകൻ ജാമ കള്ളൻ. അതങ്ങനെ വരും. വിത്ത് ഗുണം 10 ഗുണം. എന്നാ ഈ ബാപ്പ നല്ലവരാണ്, ഈ ബാപ്പ നല്ലവരാണ്. നല്ല ശിക്ഷണം, നല്ല അദബ്, നല്ല അച്ചടക്കം, നല്ല വിദ്യാഭ്യാസം, നല്ല സംസ്കാരം എല്ലാം പഠിപ്പിച്ചിട്ട് മകള് വളർത്തിയപ്പോ ആ മകള് നല്ലവളായി, വലിയ പണ്ഡിതയായി. വിശുദ്ധ ഖുർആൻ ധാരാളം പറഞ്ഞ പെണ്ണാണത്. മംഗലം കഴിഞ്ഞിട്ടില്ല, ചെറിയ വയസ്സ്. മാത്രവുമല്ല, എത്ര കണ്ട് പാണ്ഡിത്യമുണ്ടോ, എത്ര കണ്ട് നല്ല സംസ്കാരമുണ്ടോ, എത്ര കണ്ട് അറിവുണ്ടോ, അതുപോലെ ആ മകൾക്കുണ്ട് പടച്ച റബ്ബ് ധാരാളം ചന്തം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ മോളെ പോലത്തെ മുരിങ്ങന്റെ കോള് പോലത്തെ പെണ്ണല്ല. നല്ല ഗ്ലാമറാണ്, നല്ല ചന്തമാണ്. ആ മകൾ ഏതുവരെ പണ്ഡിതയാണെന്നറിയുമോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഇത് ഖുർആൻ ആയത്താണല്ലോ. ഖുർആനായത്താണ്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്താണ്. നല്ലൊരു ദുആയാണ്, പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നബി തങ്ങൾ ധാരാളം ദുആ ഇറക്കുമ്പോ പറഞ്ഞിരുന്നൊരു ദുആയും കൂടെയാണ് അല്ലെ? വിശാലാർത്ഥമുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദുആ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. പടച്ചോനെ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ അല്ലാഹ്. വഫിൽ ആഖിറതി ഹസന. നാളെ ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നല്ല അർത്ഥമാണ്, വിശാലാർത്ഥമാണ്. ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ എന്ന് പറഞ്ഞാൽ ഏതാണ് നല്ലത്? ഏതാണ് നല്ലത്? ഏതാണ് നല്ലത്? അത് എല്ലാ നല്ലതും പെട്ടു. അതിലെ എല്ലാ നല്ലതും പെട്ടു, എല്ലാ നല്ലതും പെട്ടു, എല്ലാ നല്ലതും പെട്ടു. പക്ഷേ ചില ഇമാമിയങ്ങൾ പറയുന്നു, ആ ഇമാമിയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഇമാമാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മകൾ. ഈ പറയാൻ പോകുന്ന പെണ്ണ്, ആ പെണ്ണിനോട് ഒരവസരം മഹാനായ വാപ്പ, ലോകം കണ്ട പണ്ഡിതർ, മദീനയിലെ പണ്ഡിതർ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു അവസരം ചോദിച്ചു അത്രേ, അല്ല മോളെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. പടച്ചോനെ, നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണേ എന്ന് എപ്പോഴും ഞങ്ങൾ ദ്വാരക്കുന്നല്ല. പടച്ച റബ്ബ് പറഞ്ഞല്ലോ. എന്താണ് നല്ലത്? ആ ചോദിക്കണം, നല്ലത് ഏതാ എന്ന് ചോദിച്ചപ്പോ, മകളോട് ചോദിച്ചപ്പോ അതിന്റെ അർത്ഥമായിട്ട് മകൾ പറഞ്ഞത്, വാപ്പാ, ദുനിയാവിലുള്ള നല്ലത് തരണേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് നൽകണേ എന്ന് ചോദിച്ചെങ്കിൽ ആ ചോദിക്കുന്ന നല്ലത് ഏതറിയുമോ? നല്ല ഭാര്യയെ തരണേ എന്നാണ്. നല്ല
നല്ല ഭാര്യയാണോ കിട്ടിയത്, നല്ല പെണ്ണാണോ കിട്ടിയത്? എന്നാ പിന്നെ ദുനിയാവ് മുഴുവനും നന്നായി, വീട് നന്നായി, നാട് നന്നായി, കുടുംബം നന്നായി. കെട്ടിയ മാപ്പിള്ള കള്ളുകുടിയവനാണെങ്കിലും കെട്ടപ്പെട്ട പെണ്ണ് നല്ലവളാണെങ്കിൽ മാപ്പിളന്റെ കള്ളുകുടി പോലും അവൻ നിർത്തുമെന്ന് ചരിത്രം സാക്ഷിയല്ലേ? അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചോനെ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നീ നല്ല പെണ്ണിനെ തരണേ എന്നാണെന്ന് സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളെ മകൾ വ്യാഖ്യാനിച്ചു. വലിയൊരു വ്യാഖ്യാനാണ്. ഒരുപാട് ഇമാമികൾ ആ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റിയ വലിയ ഇമാമും കൂടിയാണ് ആ പെണ്ണ്. ചെറിയ ആളൊന്നുമല്ല. ഞങ്ങളെ പെണ്ണിനെ പോലെ കൊള്ളുള്ള അറിയാത്ത പെണ്ണൊന്നും അല്ല. മനസ്സിലാക്കണം. ആ പെണ്ണിനെ കെട്ടാൻ നാട് ഭരിക്കുന്ന, മദീന ഭരിക്കുന്ന മർവാനിന്റെ മകൻ വലീദ് അടക്കമുള്ള രാജകുമാരന്മാര് വന്നു. സുന്ദരന്മാരായ, സുമുഖന്മാരായ, ചേലൊട്ടവരായ, അധികാരമുള്ളവരായ, പണത്തിന്റെ പളപളപ്പിൽ ജീവിക്കുന്നവരായ പലരും ആ പെണ്ണിനെ മേടിച്ചു വന്നു. സഈദ് ഇബ്നു മുസയ്യിബ് എന്ന ലോകമാദരിക്കുന്ന മഹാനായ പണ്ഡിതന്റെ, നല്ലവളായ പണ്ഡിതയായ ജ്ഞാനസാഗരമായ ചേലൊട്ട മകളെ കെട്ടാൻ പലരും കടന്നു വന്നു. അവരോടെല്ലാം ആ ബാപ്പ പറഞ്ഞത് സമയമാകട്ടെ പറയാം, സമയമാകുമ്പോ ഞാനത് ഇപ്ലതരാം, സമയമാകുമ്പോ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നവരോട് പറഞ്ഞു കൊടുക്കുന്നു. അവരെ മടക്കി അയക്കുന്നു. ആ പെണ്ണിനെ മേടിച്ച് പെണ്ണ് കെട്ടാൻ വന്നവരെ കൂട്ടത്തിൽ പലരുമുണ്ട്. നാട് ഭരിക്കുന്ന രാജാവിന്റെ മകന് പോലും, രാജകുമാരന് പോലും, അതേ വലീദ് പോലും ആ പെണ്ണിനെ കെട്ടാൻ ആ ബാപ്പാന്റെ മുമ്പിൽ വന്നു. ഒരാൾക്കും കെട്ടിച്ചില്ല. സമയമാകട്ടെ, സമയമാകുമ്പോ പറയാ ആർക്ക് കെട്ടിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കെട്ടി. എന്റെ മോളല്ലേ, ഞാൻ കെട്ടിച്ചോ. തിരക്കൂട്ട നിങ്ങ വന്നൂറൊന്നതിന് പറ്റലെന്നതിന് അർത്ഥമില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ സമയമാകുമ്പോ പറയാം. എന്നിട്ട് എന്താ കറിയോ, ഒരവസരം മഹാനരുടെ ശിഷ്യൻ, വിവാഹം കഴിഞ്ഞ ഒരു ശിഷ്യൻ, പ്രായമുള്ള ഒരു ശിഷ്യൻ, ചെറിയ വയസ്സല്ല 30 കഴിഞ്ഞ ഒരു ശിഷ്യൻ, പെണ്ണ് കെട്ടിയ ഒരു ശിഷ്യൻ, മഹാനായ ഗുരു സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ എന്ന തന്റെ ഉസ്താദിനെ കാണാൻ വേണ്ടി ആ ശിഷ്യൻ വരുന്നു. സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് വിഷയം പറയുമ്പോ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതരാകുന്ന ഉസ്താദായിട്ടുള്ള ആ മഹാനർ തന്നെ കാണാൻ വന്ന ശിഷ്യനോട് ചോദിച്ചു അത്ര, അല്ല നാളേറെയായല്ലോ കണ്ടിട്ട്, ഇങ്ങോട്ടൊന്നും ഇപ്പൊ വരില്ലല്ലോ, എന്തേ കാര്യം, എങ്ങനുണ്ട്, റാഹത്തല്ലേ, സുഖമല്ലേ, കുട്ടിയോടും കെട്ടിയോടൊക്കെ റാഹത്തല്ലേ എന്ന് ചോദിച്ചപ്പോ ആ ശിഷ്യൻ പറഞ്ഞ മറുപടി എന്തറിയോ, ഉസ്താദേ ഞാൻ മുമ്പൊക്കെ ധാരാളം വന്നിരുന്നു, ഇടക്കിടക്ക് വന്നിരുന്നു, തങ്ങളെ കണ്ടിരുന്നു, ദ്വാരപ്പിച്ചിരുന്നു, ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞു വരാതെ മാസങ്ങളായി. കാരണമുണ്ട്, ഞാൻ കെട്ടിയ ഭാര്യ മരണപ്പെട്ടുപോയി. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ഇടപെട്ടു പോയപ്പോ അതിന്റെ ദുആവും പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളുമായി ഞാൻ അങ്ങ് ബന്ധപ്പെട്ടപ്പോ കുറച്ചു നാള് വൈകിയതാ, ക്ഷമിക്കണേ എന്നെല്ലാം പറഞ്ഞിട്ട് ഉസ്താദിനോട് കാരണം ബോധിപ്പിച്ചപ്പോ സഈദ് ഇബ്നു മുസയ്യിബ് എന്ന ലോകമറിഞ്ഞ പണ്ഡിതർ 40 കൊല്ലത്തോളം മദീന പള്ളിയിൽ മാത്രം ഇബാദത്തെടുത്ത മഹാനർ അവിടുന്ന് പിന്നെ ചോദിക്കുകയാണ്, അല്ല മോനെ എന്നൊരു പെണ്ണ് കെട്ടണ്ടേ, ചെറുപ്പ വയസ്സല്ലേ, വലിയ പ്രായമല്ലേ, പെണ്ണ് മരിച്ചു, കെട്ടിയ പെണ്ണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട്
അങ്ങനെ കൊല്ലം മുഴുവനും ആണ്ട് മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അത് ഞങ്ങളെ സ്വഭാവമല്ലല്ലോ. ഇതിനൊരു പെണ്ണ് വേണ്ടേ? ആ സമയത്ത് ആ ശിഷ്യൻ പറഞ്ഞു, ഇതിനൊരു പെണ്ണോ? കെട്ടിയ പെണ്ണെന്റെ കിട്ടിയത് വലിയ എന്തേ 3 മുക്കാല് കയ്യിലില്ലാത്ത ആള്, 4 ദിർഹം എന്റെ കയ്യിലില്ല. 4 ദിർഹം, ചരിത്രം അങ്ങനെ. 4 ദിർഹം എന്റെ കയ്യിൽ. ഞാനൊരു പാവം, എനിക്ക് ആര് പെണ്ണ് തരാൻ? അന്ന് ഓള വാപ്പ എന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടുതലൊന്നും നോക്കാത്തതുകൊണ്ട് എനിക്ക് ആ പെണ്ണിന് കിട്ടിപ്പോയി. അതങ്ങനെ പോവുകയും ചെയ്തു വരും. എന്റെ കഷ്ടകാലം എന്നല്ലാണ്ട് പിന്നെന്ത് പറയാ? എനിപ്പോ എനിക്കാര് പെണ്ണ് തരാൻ? എന്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല. എന്റെ കയ്യിൽ കാശൊന്നുമല്ല. ഞാനൊരു പാവമാണ്. എനിക്ക് ആര് പെണ്ണ് കിട്ടാൻ? അപ്പൊ തൽക്കാലം ഞാൻ ആ ഭാഗ്യ ചിന്തിച്ചിട്ടാ, വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ചിട്ട് തലമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പോ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ വന്ന ശിഷ്യനോട് ചോദിച്ചു, അത്രയതേ എന്റെ മകളെ സ്വീകരിക്കുമോ? പണ്ഡിതയായ സുബ്ഹാനല്ലാഹ് ഒരുപാട് വലിയവരായ അലിമീങ്ങൾ, ഉസ്താദായ അപ്പാനെ പോലെ ലോകമാദരിച്ച മഹതിയായ സുന്ദരിയായ ചേലത്ത പെണ്ണായ ആ മകളെ ചൂണ്ടിയിട്ട് വന്ന ഈ ശിഷ്യനോട്, മുന്നേ പെണ്ണ് കെട്ടി വേറൊരു പെണ്ണ് കെട്ടിയ പെണ്ണ് മരണപ്പെട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് നിൽക്കുന്ന ശിഷ്യനോട് ആ ഉസ്താദ് ചോദിച്ചു, അത്ര അല്ല മോനെ, എന്റെ മോളെ ഞാൻ കെട്ടിച്ചതെന്നാലോ? ഇത് പറഞ്ഞപ്പോ അയാൾ ആകെ പിന്നെ എന്താ പറയാ, അന്തം വിട്ടു. അയാൾ ആകെ സ്തംഭിച്ചു പോയി. ഉസ്താദിന്റെ മോളെ കിട്ടാൻ എത്ര ആളുകൾ, വലിയ വലിയ രാജാക്കന്മാര്, രാജകുമാരന്മാര്, വലിയൊരു പൈസക്കാര്. ഉസ്താദിന്റെ മോളായി എത്ര നല്ല പെണ്ണ്. ചന്തം മാത്രല്ല, അതിനെക്കാളേറെ ദീനും പഠിപ്പും അതും ഇതും എല്ലാം ഉള്ള ആള്. അപ്പൊ ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടിട്ട് ഇവിടെ മനുഷ്യന്മാർ ക്യൂ നിൽക്കുമ്പോ ഉസ്താദ് എന്നോട് നീ കേട്ടോ? അപ്പൊ ഈ വന്നാള് വിചാരിച്ച് കേൾക്കുന്നത് നേരെ ഞാലെ ജിനാകാണ്, എന്ത് കഥ അല്ലെ, എനിക്ക് എന്തെങ്കിലും ആയിന. അപ്പൊ അയാൾ പിന്നെ സമാധാനിച്ചല്ല, ഞാൻ നേരെ ഞാൻ ഇഷാർത്തിലുണ്ട്, ഉസ്താദിന്റെ കൂടെ ചെന്ന് ഗിനാവാണെന്നൊന്നും അല്ല എന്നായപ്പോ ആ ഉസ്താദ് പറഞ്ഞു, കെട്ടിച്ച് തന്നാ കേട്ടോ? ഞാൻ എന്തോ പറഞ്ഞിട്ട് എന്റെ കയ്യിൽ എന്തില്ല, എന്തിലും ഒരു മഹറെങ്കിലും കൊടുക്കണം. വേറൊന്നും വേണം, അങ്ങ് കൊടുക്കണ്ടേ, ഞമ്മ ഇങ്ങ് കിട്ടണ്ടേ? കെട്ടിയവനോട് ചോദിച്ചോക്ക്, കെട്ടാനുള്ളവനോട് ചോദിച്ചോക്ക്. അങ്ങ് കൊടുക്കണ്ടേ എന്റെ വന്ന് ബേജാറ്, അത് ഇങ്ങ് കിട്ടണ്ടേ എന്റെ വല്ല ബേജാറ്? പുതിയാപ്പിളോട് മാത്രം കേൾക്കണ്ട, പുതിയാപ്പിളന്റെ ബാപ്പാടും കേട്ടോ. കബറിലേക്ക് കാള് നീട്ടിയ ആള് അയാളോടും കേട്ടോ. കാരണം ചെന്നാൽ തന്നെ ശരിക്ക് കിട്ടണം, വലിച്ചിട്ട് കിട്ടണം. അടക്കന്റെ കൊല പോലെ കൊണ്ടുവന്ന വരുമ്പോ തൂക്കി തൂക്കി തൂക്കി. അതിന് മോനോട് കെട്ടാൻ ചെല്ലണ്ട, നിങ്ങൾക്ക് തന്നെ ഒന്ന് കെട്ടാ. അതിന് മോനോട് കെട്ടാൻ ഒരു കൊല കൊണ്ടുവരണം. ഭയങ്കര നല്ല ഈമാൻദാരിയല്ല, അങ്ങനെയാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ചില കാരണവന്മാർ, ചില ബാപ്പമാർ, ചില ഉപ്പാപ്പമാർ, ചില ജമാഅത്തിന്റെ നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്തുകൾ തീർക്കുന്ന ചില ന്യായാധീശന്മാരൊക്കെ എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്താ പറയാ, നിങ്ങളെ ഭാഷ എന്താ പറയാ, നിശ്ചയിപ്പ് നടക്കുന്ന സമയത്ത് നാളുകുറി എന്തായാലും പറയുന്നത്, എന്ത് നാള് കുറിക്കുന്ന സമയമില്ലേ, എൻഗേജ്മെന്റ് സമയമില്ലേ, എന്ത് ഉറപ്പിക്കുന്നു അല്ലെ, ഉറപ്പാക്കുന്ന സമയമില്ലേ, ആ സമയത്ത് ഇവർ പോവും. ഏത് ഇന്നോളം വീട്ടിലേക്ക് വരാത്തയാളാപ്പ, ഇന്നോളം വീട്ടിന്റെ മുറ്റത്ത് കാണാത്ത കാക്ക, നാട്ടിൽ ചില വയസ്സന്മാർ, ചില കമ്മിറ്റി നേതാക്കന്മാർ വരെയുണ്ട്. എന്നിട്ട് അവിടെ പോവും, നന്നായിട്ട് അവിടെയുള്ള പണ്ടും പഞ്ചുത്തും. എന്നിട്ട് പറയും, ഇനി ഞമ്മ തുടങ്ങല്ലേ, തുടങ്ങിയിട്ടല്ല പൊക്കളി വീഴ്ചയുടെ
ഇനി തുടങ്ങുന്നത് എന്നിട്ട് തുടങ്ങാനുള്ള അല്ലെ വിഷയം തുടങ്ങല്ലേ? ആ തുടങ്ങാം. അങ്ങനെ ഇയാൾ തുടങ്ങി എന്തറിയാം? ഇത് സുബ്രഹ്മണ്യത്ത് പോത്രനോട്ടുന്നതല്ല, പെണ്ണിന് കെട്ടുന്നതാണ്. അതിന് ഇസ്ലാമിൽ ചില നിബന്ധന പറഞ്ഞിട്ടുണ്ട്. എന്ത് പെണ്ണ് കെട്ടുന്ന കല്യാണം കഴിക്കുന്ന മോളെ തെരഞ്ഞെടുക്കുന്ന എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനെ കുട്ടികൾ കുട്ടികൾ എന്ത് ഡേണേറ്റ് മാച്ചാതെ ആണോ? അത് ഇസ്ലാമിൽ എത്ര ഏറെ പവിത്രമാക്കപ്പെട്ട ഒരു കാര്യല്ലേ? ഏറെ ശ്രദ്ധയുള്ളൊരു കാര്യല്ലേ? വളരെ 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 സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ഈ എൻഗേജ്മെന്റിന് എന്ത് ഈ ഉറപ്പിന് വേണ്ടിട്ട് പോയ ഈ ഒരെണ്ണം കൂടിയിട്ട് അവിടെ അങ്ങനെ തിന്നിട്ട് അങ്ങനെ തേക്കിട്ടിട്ട് പല്ലിന്റെ ഇടക്ക് കോണിട്ട് പറഞ്ഞെന്നറിഞ്ഞ പിന്നെ അപ്പൊ ഞമ്മ ഡിസംബർ 10 ആക്കല്ലേ? പിന്നെ പെണ്ണിന്റെ കൂട്ടർക്കും ഉണ്ടാകുന്ന റേറ്റൊന്നും ഇല്ലല്ലേ? എന്തേ അത് പെണ്ണിന്റെ കൂട്ടറല്ലേ? എന്നിട്ട് എന്താ കൊമ്പുണ്ട? നീ ആര് ഓർക്കുണ്ട്? നിന്റെ ജീവിത പകുതിയാണത്. ദാമ്പത്യ ജീവിതമാകുന്ന വാഹനത്തിന്റെ ഫ്രണ്ട് ടയറിന്റെ ഒരു ടയറാണവൾ. നീ ഒരു സൈഡ്, അവൾ ഒരു സൈഡ്. ഒരുപോലെ കറങ്ങണം, ഒരുപോലെ കറങ്ങണം, ഒരുപോലെ ഓടണം, ഒരുപോലെ കാറ്റ് വേണം, ഒരുപോലെ പെർഫെക്റ്റ് ആവണം. ഒന്ന് പഞ്ചറായാ മറ്റത് നടക്കില്ല, ഒന്ന് മുന്നോട്ട് കറങ്ങിയാ മറ്റത് പിന്നോട്ടായാ സംഗതി നടക്കില്ല. ദാമ്പത്യ ജീവിതമാകുന്ന വാഹനം മുന്നോട്ട് പോകില്ല. അതിന്റെ 2 ടയറുകളാകുന്ന മാപ്പിളവഞ്ഞായന്മാർ, 2 ഭർത്താക്കന്മാർ ഒരുപോലെ ചിന്തിക്കുന്നവരാകണം, ഒരുപോലെ സമാനമായി ചിന്തിക്കുന്നവരാകണം, ഒരുപോലെ മതബോധമുള്ളവരാകണം. എന്നാലാണ് ആ ദാമ്പത്യ ജീവിതം പുഷ്കലമാകുന്നത്, സ്വർഗമയമാകുന്നത്, സുന്ദരമാകുന്നത്, ശാന്തസുന്ദരമാകുന്നത്, പടച്ചറപ്പ് പൊരുത്തപ്പെട്ട ദാമ്പത്യ ജീവിതമാകുന്നത്. അപ്പൊ രണ്ടാൾക്കും തുല്യ അവകാശമാണ്. പുതിയാപ്പിളന്റെ കൂട്ടറാണ്, ചെക്കന്റെ കൂട്ടറാണെന്ന് പറഞ്ഞിട്ട് സ്കൂട്ടർ എടുക്കാൻ നിൽക്കണ്ട. ഓളോ അങ്ങനെ സാരമില്ല, നമുക്കൊരു നടപ്പുണ്ട്. ആണുങ്ങൾക്കാണ് ആണുങ്ങളെ ഭാഗത്ത് ആയിക്കോട്ടെ, അങ്ങനെ പോട്ടെ. അപ്പൊ അത് കൂടുതൽ അതിന് തിരുത്താൻ നിൽക്കണ്ട. നാളെ അതൊരു അയൽക്കൊടി പിടിക്കാൻ. അപ്പോ ഡിസംബർ 10 അത് പണ്ടല്ല അങ്ങനല്ല. പണ്ടെല്ലാം നല്ല നാളും നല്ല സമയം നോക്കിയിട്ട് ഇപ്പൊ അങ്ങനല്ലേ? ഹോളിയാടെ ഫ്രീ ഉള്ള ആ നാളിലേക്ക് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നാള് നോക്കിയിട്ട്, നല്ല നാള് നോക്കിയിട്ട് ആരും മംഗലം കഴിക്കലുമില്ല, നല്ല സ്ഥലം നോക്കിയിട്ട് പുരക്ക് കുറ്റടിക്കലും ഇല്ല. ഇപ്പൊ പുരക്ക് കുറ്റടിക്കുന്ന അവിടെ നല്ല ടവർ കിട്ടുന്ന പോയിന്റ്, റേഞ്ച് വലിക്കുന്നതാണ്. മംഗലം നല്ല നാളിപ്പോ അത് ഹോള് മംഗല ഹാൾ ഫ്രീ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഏതാണോ ആയിക്കോട്ടെ. ഡിസംബർ 10 തിങ്കളാഴ്ച 10:30 മണിക്ക്. എന്നിട്ട് എല്ലാരും പറഞ്ഞു നിങ്ങളെ ഭാഗത്ത്, ഞങ്ങളെ ഭാഗത്ത് 150 ആള്, നിങ്ങളെ ഭാഗത്ത്. പിന്നെ വേറെന്തൊരു വിഷയമുള്ള എന്ത് മണ്ടനുള്ള ഇനി കാര്യമായിട്ട് മണ്ടനുള്ള കാര്യമായിട്ടെല്ലാം വേണ്ടി കഴിഞ്ഞല്ലോ. നിക്കാന്റെ സമയം കഴിഞ്ഞു, പറഞ്ഞു, ആള് പോകുന്നതും വരുന്നതും പറഞ്ഞു, ആള് പറഞ്ഞു, ദിവസം പറഞ്ഞു, സമയം പറഞ്ഞു, സ്ഥലം പറഞ്ഞു, എല്ലാം പറഞ്ഞു. മാത്രല്ല തിന്നിട്ട് പൊക്കളും പിരിഞ്ഞു. ഇനി എന്നെന്ത് അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു വിഷയമൊന്നുമല്ല ഇത്. ഹോള് അത് സുബ്രഹ്മണ്യത്തായും വീട്ടിലെത്തായും വിഷയമല്ല. കിട്ടിയ സൗകര്യം പോലെ നോക്കാം. 10:30, 10, 11 ആയാലും പ്രശ്നമല്ല, 10:15 പ്രശ്നമല്ല. പിന്നെ പ്രശ്നം അല്ല, 150 അത് 200 ആളായും മോശമില്ല, 300 ആയും മോശമില്ല, 75 ആളായെങ്കിൽ ലാഭമായി, പ്രശ്നമല്ല. പിന്നെ എന്ത് പ്രശ്നം? പ്രശ്നം ആ 30 ഫോൺ ഇടും പറഞ്ഞിട്ടില്ല, ആ 30 ഫോൺ ഇടും പറഞ്ഞില്ലേ? അതിലൊരു ഇല്ല് പറയാൻ കഴിയാ. ഒരു ഇല്ല്, ഇതാര് പറഞ്ഞേ? ഒരു പല്ലും ഇല്ലാത്ത ഒരു ഇല്ല് പറയാണ്ട. അല്ല, ഇയാൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് പുതിയ കൊടുക്കാൻ ടെൻഷൻ ഇല്ല. അയാൾക്ക് വലിയ ആശയുണ്ടോ?
എന്നെ നല്ല നിലക്ക് നോക്കുന്ന, എന്റെ ഉമ്മ ബാപ്പാനെ നല്ല ചെമ്പാപ്പ് പോലെ നോക്കുന്ന, വീട്ടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങിക്കഴിയുന്ന, എനിക്ക് നല്ല സമാധാനം നൽകുന്ന, എന്നെ നല്ലോണം പിരിശം വെക്കുന്ന പെണ്ണായാ മതി എന്നാണ് മകൻ ചിന്തിക്കുന്നതെങ്കിൽ പല്ല് പോയ ബാപ്പ പറഞ്ഞത് ഒരു ഇല്ല് പോലും കുറയണ്ടെന്നാ. അയാൾ ഒന്ന് ചിന്തിക്കട്ടെ, നാളെ സക്കറാത്തിന്റെ ബലി വലിക്കുമ്പോ ഗുറുഗുറും സൗണ്ട് വരുമ്പോ ഒരു ഗ്ലാസ് തെളിയെങ്കിലും വീട്ടാനാടുന്നത് മോളല്ല, മരുമോള. മോള് പോയിട്ടേ വാണ്ട്. അധികം മക്കൾ അങ്ങനെയാണല്ലോ. പെണ്ണുമക്കൾ അധികവും വീട്ടിലുണ്ടാവലില്ല. സാധാരണ വീട്ടിൽ കാണലാരാ? മരുമക്കളാണ്. അപ്പൊ മരുമക്കളോട് അമ്മായിമാരായാലും കാക്കമാരായാലും ഭദ്രകാളിയായിട്ട് പെരുമാറാൻ പാടില്ല. മരുമോളും അങ്ങനെ വലിയ ഗജപോക്കിരിയായിട്ട് പണ്ടുള്ളക്ക് പോക്കാനും പാടില്ല. അവള് മനസ്സിലാക്കണ്ട, ഇത് എന്റെ ഉമ്മ, എന്റെ മാപ്പിളുടെ എന്റെയും ഉമ്മ, എന്റെ മാപ്പിളുടെ ബാപ്പ അത് എന്റെയും ബാപ്പ, അത് ആരുമല്ല. ഇതുവരേക്കും അവരെ ഗർഭത്തിൽ ജനിച്ചവരാണിവൻ, അവർ പോറ്റിയവരാണിവൻ, അവരെ എല്ലാമായ മകനാണിവൻ. ഇന്നെന്റെ മാപ്പിളയാണേലും അതേ എനിക്കേറെ വിരിശപ്പെട്ടവരാണേലും അവരെ മകനല്ലേ. അപ്പൊ ഞാനവനെ കൊത്തിക്കൊണ്ട് ദൂരെ പോകുന്നതിന് അർത്ഥമില്ല. ഈ ബാപ്പ ഉമ്മ അന്യരല്ല. അയാളെ ബാപ്പ അതെന്റെയും ബാപ്പയാണ്, അയാളെ ഉമ്മ അതെന്റെയും ഉമ്മയാണ്. ചിന്തിക്കണോ? മരുമക്കളോ അങ്ങനെ പോയത് മാത്രല്ല മോവ, പിന്നെ വന്നതും മോളന്നെ, അത് എന്റെ മോളന്നെ. അതായത് എന്റെ മോന്റെ ഓള്, അത് എന്റെ മോളന്നെ. ഇത് മരുമക്കളെ വിഷയമല്ല, മോളെ തന്നെ വിഷയം, മോളെ തന്നെ വിഷയം. ചില ഉമ്മമാർക്ക് ഈ ചെല്ലുമ്പോ ഇനി വിചാരിക്കുന്നുണ്ടോ ഞങ്ങളെ കഥ നിങ്ങളെ തന്നെ കഥ, വേറെ ആരുമല്ല, മനുഷ്യരല്ല കഥ അല്ല, നിങ്ങള് തന്നെ, നിങ്ങള് തന്നെ. കാക്കമാറൊന്നും പിന്നെ കെട്ടിപ്പിടിയൊന്നും ആക്കലില്ല. മാപ്പിളുടെ വാപ്പന്മാറ് അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പന്മാറന്നെ. പെണ്ണിന്റെ വാപ്പന്മാരും ചിലപ്പോ ഒരു ഗത്തും ഗൗരവെല്ലാം കാട്ടും, എന്നാലും ചെക്കന്റെ വാപ്പന്മാർ അങ്ങനെ പിന്നെ കൊടിപിടിക്കൽ ഒപ്പിച്ചിട്ട് അങ്ങനെ പോകും. പൊതുവെ ഏത് വാപ്പന്മാരായാലും കാക്കമാരായാലും, കാക്കമ്മ മനസ്സിലായില്ലേ? ഏത് കാക്ക? ഉമ്മാനാങ്ങളല്ല, ഉമ്മാനാങ്ങളല്ല. ഈ മാപ്പിള അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വാപ്പ അവർ വലിയ കടിപിടിയാക്കലില്ല. സാധാരണ പൊന്നുള്ളിലുള്ള അസമാധാനം, അവിടെയുള്ള കൂറ്റും കോച്ചും, അവിടെയുള്ള പിണക്കവും പിന്നെ അസ്വസ്ഥതയും അമ്മായി മരുമക്കളെ കൊണ്ടാണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പൊരന്റെ ഉള്ളില് മരുമോളും കാക്കയും പിണങ്ങിയതായിട്ട് ഒരു പേപ്പറിലും വന്നില്ല. ഇല്ല, എന്റെ അയാളെ പൊടുത്തന്റെ പുറത്തന്നെ അയാളെ അടക്ക പറക്കിക്കൊണ്ടു, ആ പിന്നെ മോളെ കെട്ടിയ കടം വീട്ടിൽ കൊണ്ടു, പൊരന്റെ ലോണ് തീർത്തോണ്ടു, അതിന്റെ ഇടക്ക് മോദി നേരത്തെ പോയിട്ട് ഒരു മിൽമ പാള് കൊണ്ടിട്ട് 4 കിലോ ഈ നങ്ക അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൂടുതൽ കറി വെച്ചിട്ട് അയാൾ അങ്ങനെ 3 വാൾ ചൈനന്റെ ടോർച്ച് പിടിച്ചിട്ട് ഹദ്ദാദ്രാത്തിൽ ചെല്ലിക്കൊണ്ടു പള്ളിക്ക്. അയാൾക്ക് ഈ ഓളല് പെണ്ണ തരേണ്ടത് ഇതിടെ പോലെ അരച്ചോണ്ടിരിക്കുന്ന ഈ ഉമ്മ. അത് നല്ല മരുമോളാണോ? ദീനുള്ള മരുമോളാണോ? ചെല്ലിയ പെണ്ണാണോ? ഇസ്ലാം പറയപ്പെട്ട പെണ്ണാണോ? അതേ അപ്പാ മോനെ കൊണ്ടുവരുന്ന പെണ്ണിനെ ദീന് നോക്കിയിട്ട് കൊണ്ടുവന്നവളാണോ? ദീന് നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പെണ്ണാണോ? അതേ ചെറുക്ക, നിങ്ങളെ കെട്ടിയ പെണ്ണ് അവളെ മതം നോക്കിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട പെണ്ണാണോ? എന്നാൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. നിങ്ങളുടെ കുടുംബത്തെ അവള് ഭിന്നിപ്പിക്കില്ല. നിങ്ങൾക്കിടയിൽ അവൾ പരസ്പരം വൈരാഗ്യമുണ്ടാക്കില്ല. നിങ്ങളുടെ ഉമ്മ ബാപ്പാനെ അവൾ അകറ്റില്ല. ഉമ്മ ബാപ്പാന്റെ മുമ്പിൽ അവളെ നാവ് നീട്ടില്ല. നല്ല ഉമ്മമാരും ബാപ്പമാരും അങ്ങനെ തന്നെ മരുമക്കളോട് ദേഷ്യത്തോടെ പെരുമാറില്ല.
സാധാരണ കേൾക്കുന്ന ഒരു വിഷയ മംഗലം കൈയെടുത്തോളം യാ റഹ്മാനെ എന്ത് പിരിച്ചപ്പാട് മോന്റെ ഉമ്മാക്ക് മോനാളെ കിട്ട് നിക്കാനാന്നില്ല, പാപ്പാക്ക് നിക്കാനാന്നില്ല. മോനും അങ്ങനെ പല്ലുള്ളൊക്കെ വന്നെങ്കിൽ ഗേറ്റ് തുറക്കുമ്പോ ഒരേ ഒരു വിളി, എന്ത് ഉമ്മാ. അങ്ങനെ വിളിച്ചുകൊണ്ടുണ്ടായ 10-28 കൊല്ലത്തോളം ഇങ്ങനെ ജീവിച്ച പുതിയപ്പള് കഴിഞ്ഞ ജനുവരി 1 മംഗലായപ്പിനോ ഇല്ല നാട്ടില് ഓളെ ഇങ്ങോട്ട് പോയിട്ടെന്നെ. എന്തായി ഇത്ര കാലത്ത് റാഹത്തിനുണ്ടായി ഓർമ്മ അങ്ങനെ എന്നോട് അത് ശരിയാവും തോന്നുന്നില്ല. ഇനിയിപ്പോ അവനോ അങ്ങനെ അവന്റെ കിടാക്കുമായി കുഞ്ഞായി. നിങ്ങക്ക് കഥ അറിഞ്ഞ നിങ്ങളെക്കാളേറെ 3 ഇരട്ടി കുഞ്ഞുങ്ങളും മക്കളുമായിട്ട് ചെറിയ ചെറ്റക്കുടിലിൽ ഞങ്ങളെ കാക്കക്കാരണവന്മാര് രാജാക്കന്മാരെ പോലെ ജീവിച്ചു. ഉമ്മമാര് നിലത്ത് പായ വിരിച്ച് പുല്ലിപ്പായ വിരിച്ചിട്ട് അതേ ആ പഴയ കാലത്ത് ചക്കക്കുരു തിന്നിട്ട് ചക്കച്ചോള തിന്നിട്ട് സുബ്ഹാനല്ലാഹ് എത്ര ആറാംസ ജീവിച്ചവരാണ്. വൈരാഗ്യങ്ങളില്ല, പിണക്കങ്ങളില്ല, ആത്മഹത്യ ചെയ്ത വാർത്തകളില്ല, കേസിന്റെ കഥ പറയാനില്ല, ക്യാൻസറിന്റെ റിപ്പോർട്ട് കേൾക്കാനില്ല, തലാഖില്ല. ഇന്ന് തലാഖ് വ്യാപകമാണ്. തൊട്ടതിനും പിടിച്ചതിനും തലാഖല്ലേ. ഇനി മോന് തലാഖ് ചെല്ലാം മനുഷ്യന്റെ ഉമ്മ വിടാല, ഉമ്മ ചെല്ലും. നീ പൊക്കണമെങ്കിൽ ഓളെ തലാഖ് ചെല്ലിട്ട് നീ പൊക്കണം. പാപ്പയും ചെല്ലും. ഈ അടക്കന്നെ ഒരു 4 കോടി നിനക്ക് കിട്ടണമെങ്കിൽ ഓളെ അളക്കിട്ട് എന്തേ. ആ ചില അമ്മമാർ അങ്ങനെയാണ്. ഞാൻ എല്ലാ അമ്മമാരെ കുറ്റപ്പെടുത്തിയതല്ല, എല്ലാ മരുമക്കളെ പറ്റി പറഞ്ഞതുമല്ല. എന്റെ വിഷയം ഞാൻ ഏലിയോ കൊണ്ടുപോകണമില്ല. എന്റെ വിഷയം ഏലല്ല, അതിന് നല്ല ബോധമാണ്. എന്റെ വിഷയം എന്റെ മാറ്റർ എന്റെ ബാബു ഏലല്ല, നല്ല ബോധമാണ്. അത് ഏടന്ന് മിസ്റ്റേക്കാന്ന് എനിക്കറിയാം. ഏതായാലും പിന്നെ ഇങ്ങനെ പോട്ടിട്ട് ഐസോടെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനും ഞങ്ങൾക്ക് പറയാനും ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് നല്ല മട്ടം പോലെ കേൾക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇത് കേക്ക് ഇതൊരു ദീനിന്റെ മജ്‌ലിസല്ലേ. അങ്ങനെ ഇട്ടറിഞ്ഞു പേടിച്ചു പോകുന്നത് ശരിയല്ലല്ലോ, അദബ് കേടല്ലേ. അല്ലാഹു തആല ഞങ്ങളെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില അമ്മായിമാർ ചില മരുമക്കൾ ചില അമ്മായിമാർക്ക് മരുമോ തൊട്ടതും കുറ്റം, പിടിച്ചതും കുറ്റം, കണ്ടതും എന്താക്കും. ഉപ്പ് ഏറിയും ഉപ്പ് കുറഞ്ഞെങ്കിലും മക്കള് പെണ്ണുമക്കൾ എന്താക്കും സാറില്ല. അതെല്ലാം ശരിയല്ല. മരുമോ ഉണ്ട് കേക്കണ്ടേ. പെണ്ണുമോള് എന്താക്കി മക്കളല്ല, എന്താക്കി മോളല്ല, മോളന്റെ എന്താക്കണ്ട എന്നാ അതേപോലെ പ്രശ്നമാക്കണ്ട. മരുമകളെയും പ്രശ്നമാക്കണ്ട. അവളും മകള് തന്നെ. നിങ്ങളെ മോന്റെ മക്കളെ ഗർഭം ധരിച്ച് പ്രസവിച്ചവൾ ആ മോള് തന്നെ. നിങ്ങളെ പൊന്നാരം 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നത് ആ മരുമകളായ മോള് തന്നെ. ഏടങ്ങനെ ചിന്തിക്കുന്ന അമ്മായി. ഒരമ്മായി പറമ്പുള്ളിൽ ഇങ്ങനെ നടക്കുമ്പോ കുളി മറന്ന് കുളിക്കുന്ന സൗണ്ട്. കുളിമറ മനസ്സിലായില്ലേ? കുളിമറക്ക് എന്താ പറയാ? കുളിമറന്നല്ലേ. കുളിമറന്റെ ഉള്ളില് ഭയങ്കര വെള്ളം കോരിയിട്ട് ഇങ്ങനെ പാട്ടലിങ്ങനെ ഒഴിച്ചിട്ട് കുളിക്കുന്ന സൗണ്ടൊക്കെ. എന്താന്നറിയില്ല, കിണറ്റില് വെള്ളം കുറഞ്ഞതാ, ബോറില് വെള്ളം കുറഞ്ഞതാ, അല്ല മഴ കുറഞ്ഞതാ, അല്ല പെറിന്റെ ഡ്രമ്പ് കാര്യായതാന്നറിയില്ല. വെള്ളം അട കമ്മിയാ. അപ്പൊ ഈ ഉമ്മ എന്താക്കി കാര്യത്തോടെ ചോദിച്ചു, ആരത് അതിനുള്ളിൽ പളപളാന്ന് കുടിക്കുന്നത്? ഇത് മരുമോന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉമ്മ അങ്ങനെ കേട്ടത്. എങ്ങനെ ഈ പളപളാണ് കുടിക്കുന്ന? ഇത് മരുമോവാണ് കുടിക്കുന്നത്.
നോക്കുമ്പാട് ഇന്നലെ വന്ന മോളുണ്ട് ഓളാണ് അതിനുള്ളിൽ കുളിക്കുന്നല്ല. അപ്പൊ ആടുന്ന് മെല്ലെ ഞാനും കുളിക്കുന്നത്. അപ്പൊ ഉമ്മയും എന്താ നേരെ ഉരുട്ടാക്കിട്ട് പറഞ്ഞത് നീയാ മോളെ പിടി പിടി കുളിക്കുന്നത്. അത് മോളാ പിളി പിളി അല്ല. ആരത് വളവളാന്ന് വിളിക്കുന്നതിന് കേട്ട ഉമ്മ അതിൻ്റെ ഉള്ളത് മോളെന്ന് അറിഞ്ഞിട്ട് അവൻ നീയാ പിളി പിടി എന്ന് വിളിക്കുന്നത്. വളവളമായിട്ട് പിളി പിളി എന്തേ വരുമോ മോളെന്റെ അതെന്ത് പിളി പിടിയാവേ? അല്ല ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യ ഈജിപ്തിന്റെ കഥ പറഞ്ഞല്ല. എപ്പോഴും വീടിന്റെ ഉള്ളിൽ ഇന്ന് സത്യം പറഞ്ഞാൽ കല്യാണം എന്നത് സ്വർഗത്തിൽ തുടങ്ങി, അതിന് അവസാനിക്കുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. ആദം ഹവ്വ ദമ്പതികൾ പുതിയാപ്പിള പുതിനാട്ടിമാരായി വിവാഹ ജീവിതത്തിന് തുടക്കം കുറിച്ചത് സ്വർഗത്തിലെ. അതേ ആ വിവാഹ ജീവിതം അവസാനിക്കുന്നതും സ്വർഗത്തിലെ തന്നെ. മുത്തുനബി തങ്ങളെ കല്യാണം സ്വർഗത്തിലുണ്ട്. അതിന്റെ ഇടയിൽ ഈ ദുനിയാവിലുള്ള ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം, കല്യാണ ജീവിതം ഇത് നരകത്തിലെ നരകത്തിന്റെ രൂപത്തിലാകരുത്, നരകതുല്യമാകരുത്. ഇവിടെയുള്ള ജീവിതവും സ്വർഗതുല്യമാകണം. സ്വർഗത്തിൽ തുടങ്ങിയത് സ്വർഗത്തിൽ അവസാനിക്കുന്നത്. ഈ ദുനിയാവിലുള്ള അതിന്റെ ഇടയിലും സ്വർഗമയമാകണം, നരകതുല്യമാകരുത്. അങ്ങനാകാൻ പാടില്ല. അതുകൊണ്ട് ഉമ്മമാരെ, ഭാര്യമാരെ, മക്കളമാരെ, മരുമക്കളെ, കാക്കമാരെ, അമ്മോഷന്മാരെ എല്ലാവരോടും പറയട്ടെ, ദാമ്പത്യ ജീവിതം സുഗമമായി നടക്കുന്ന വിഷയത്തിൽ, സുഖകരമായി സ്വസ്ഥമായി സ്വൈരമായി നടക്കുന്ന വിഷയത്തിൽ, നല്ലൊരു കുടുംബാന്തരീക്ഷം പടുത്തുയർത്തുന്ന വിഷയത്തിൽ, നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാക്കുന്ന വിഷയത്തിൽ, നല്ല മക്കളെ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഈ പറയപ്പെട്ട എല്ലാവർക്കും തുല്യാവകാശമാണ്. പ്രത്യേകിച്ച് മാപ്പിള പെഞ്ഞായിമാർക്ക് അതിലേറെ അവകാശമുള്ളത് ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്. പെണ്ണൊന്നറിയണേ, മരുമോളൊന്ന് കേൾക്കണേ, ഭാര്യയായിട്ടുള്ള പെണ്ണുമോളൊന്ന് കേൾക്കണേ. ഒരവസരത്തില് പോലും, ഒരു നിമിഷത്തില് പോലും, ഒരു കാര്യത്തില് പോലും ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. കാരണം പെണ്ണിന്റെ ഭാര്യയുടെ സ്വർഗം തീരുമാനിക്കുന്നത് ഭർത്താവാണ്. ഒരു പെണ്ണ് ഭാര്യ അവൾ സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്ന് തീരുമാനിക്കുന്നത് ഭർത്താവ്. ഇനി ഭർത്താവ് അങ്ങനെ ആണോ? ഇഞ്ചി കണിച്ച കുരങ്ങ പോലായിട്ട് മാത്രം വല്ല ചമ്പാ പോയിട്ട് ഒരു കാര്യമില്ല. ഓനും കുറച്ച്